കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷത്തെ പല നബിദിന റാലികളിലും കാണാനിടയായത് മുസ്ലിം ലീഗിന്റെ പതാകയാണ്. മദ്രസ വിദ്യാർത്ഥികളാണ് കാര്യമായി ഈ നബിദിന റാലി 12-ന് നടത്താറുള്ളത്. അതായത് ആ മദ്രസയുടെ ആഭിമുഖ്യത്തിലാണ് നടക്കാറുള്ളത്. ആ മദ്രസകളാവട്ടെ സമസ്തയുടെ കീഴിലുള്ള മദ്രസകളായിരിക്കും. അതുകൊണ്ടാണ് നാളിതുവരെ സമസ്തയുടെ പതാക ഏന്തിക്കൊണ്ട് നബിദിന റാലി നടത്തി വന്നിരുന്നത്. ഈ വർഷം മുസ്ലിം ലീഗിന്റെ പതാകയാണ് സമസ്തയുടെ പതാകയുടെ സ്ഥാനത്ത് പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞത്. അവർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. മുസ്ലിം ലീഗിന്റെ പതാക ഇസ്ലാമിന്റെ പതാകയാണ് എന്ന്. മുമ്പ് ഒരാള് പ്രസംഗിക്കുകയും ചെയ്തിരുന്നു, ലീഗിന് വേണ്ടി പണിയെടുത്തോളൂ, ലീഗ് സ്വർഗത്തിലേക്കുള്ള പാർട്ടിയാണ്, അതിന്റെ പതാകയുടെ നിറം പച്ചയാണ്, സ്വർഗത്തിന്റെ നിറവും പച്ചയാണ്. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിന് ഒരു ഔദ്യോഗിക പതാകയില്ല, ഒരു ഔദ്യോഗിക നിറവും പതാകക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ പതാക ഉപയോഗിച്ചിരുന്നു. അതിൽ പച്ച കളറുള്ള പതാകയില്ല. യൗമുൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ദിനം എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ബദറുൽ കുബ്ര, അതിലുപയോഗിച്ചിരുന്ന പതാക ഒന്ന് വെള്ള നിറത്തിലുള്ളതാണ്, മറ്റേത് രണ്ടും കറുപ്പ് നിറത്തിലും ആയിരുന്നു. അതിലൊന്നും പച്ചല്ല. പിന്നെ പച്ച കളർ എവിടെ നിന്ന് വന്നു? വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഖുബ്ബ, അത് പച്ച കളറിലാണ്. അത് സ്വഹാബാക്കൾ ഉണ്ടാക്കിയതല്ല, താബഈങ്ങൾ ഉണ്ടാക്കിയതല്ല, തബഉ താബഈങ്ങളും ഉണ്ടാക്കിയതല്ല. അതൊക്കെ പിൽക്കാലത്ത് ഏതോ സുൽത്താന്മാർ കൊണ്ടുവന്ന ഖുബ്ബയാണ്. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന് മുകളിലാകുമ്പോൾ നാം അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പച്ച ഖുബ്ബ എന്നത് നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുളകിത ചിഹ്നമാണ്. ആ പരിശുദ്ധമായ ഖബർ ഷരീഫിന് മുകളിലുള്ള പച്ച ഖുബ്ബ, അത് അവിടെ സ്ഥാപിച്ചതുകൊണ്ട് അതിനോടൊരു ബഹുമാനം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന് മുകളിലാണല്ലോ എന്നൊരു ബഹുമാനം. അല്ലാതെ ഖുബ്ബക്കായിട്ടൊരു പ്രത്യേക സ്ഥാനമോ അല്ലെങ്കിൽ ബഹുമാനമോ ഇസ്ലാമിലില്ല. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിൽ സ്ഥാപിച്ചു വെച്ചതുകൊണ്ട് അവിടുത്തെ ഖബറിനോട് ബന്ധപ്പെട്ടത് എന്ന നിലയിലുള്ള ബഹുമാനവും ആദരവുമാണ് മുസ്ലിമീങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തുന്നത്. പക്ഷെ അതിൻ്റെ നിറം പച്ചയാണ്. പച്ചയായതുകൊണ്ട് അത് മുസ്ലിം ലീഗിന്റെ പതാകക്ക് പച്ച കളറാക്കി. അതുപോലെ ഏതെങ്കിലും മഖബറകളിലൊക്കെ പോയാൽ അവിടെയും കാണാം പച്ചക്കൊടി. അവിടെ കിടക്കുന്ന വലിയൻ്റെ ഖബർ ഷരീഫിന് മുകളിൽ വിരിക്കുന്നത് പച്ചവിരി. പച്ചക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന ഒരു പൊതുവായ ധാരണ ഇവിടെ തിരുത്തുകയാണ്. ഇസ്ലാമികമായി അതിനൊരു പ്രത്യേകതയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവ് പല കളറിലുണ്ടായിരുന്നു, അതിൽ പച്ചയുണ്ടായിരുന്നത് മാത്രം. പല കളറിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കായിട്ടൊരു പ്രത്യേകതയൊന്നും ഇല്ല. ഈ സ്ത്രീകളൊക്കെ മഖബറുകളിലും മറ്റൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ പച്ച കാണുന്നത്. ലീഗിന്റെ പതാകയുടെ കളറും പച്ച. പണ്ട് ജനതാദൾ എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതിന്റെ പതാകയുടെ നിറവും പച്ചയാണ്. അപ്പോൾ പച്ച ഒരു വലിയൊരു സംഗതിയൊന്നുമല്ല. പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ ആരംഭിച്ചത്, അതായത് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹാക്ക് പ്രസവാനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നത് ഫജ്ർ സ്വാദിഖിന് മുമ്പാണ്, അതായത് രാത്രിയാണ്. അവിടുത്തെ പ്രസവം പൂർത്തിയായത് ഫജ്ർ സ്വാദിഖ് വെളിവായ ശേഷവുമാണ്, അതായത് പകലാണ്. എന്തിനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസവം അല്ലാഹു തആല അങ്ങനെയാക്കിയത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അവിടുത്തെ ആ ജന്മം കൊണ്ടുള്ള അനുഗ്രഹം രാത്രിക്കും കിട്ടണം, പകലിനും കിട്ടണം. അതിനാണ് രണ്ട് സമയത്തിലും ബന്ധപ്പെടുന്ന നിലക്കുള്ളൊരു ജന്മം കൊടുത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇതുപോലെ എനിക്ക് പറയാനുള്ളത്, റൗള ഷരീഫയുടെ മുകളിലുള്ള ആ പച്ച പുബ്ബ കുറേ കാലമായില്ല പച്ച കളറിൽ തന്നെ കാണുന്നു. അപ്പോൾ മറ്റ് കളറുകൾക്കും അതിൻ്റെ പുണ്യം കിട്ടിയോട്ടെ. എനിക്കെങ്ങാനും മക്കയുടെയും മദീനയുടെയും ഒക്കെ അധികാരം കിട്ടിയാൽ ആ പച്ച കളറ് കുറേ കാലമായി വെറുപ്പുണ്ടായിട്ടില്ല, പച്ചയോട് വെറുപ്പുണ്ടായിട്ടില്ല. ആ കളറ് ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വെള്ളയൊക്കെ, വെള്ളക്കുബ്ബ അല്ലെങ്കിൽ പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് നീല, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് മഞ്ഞ, പിന്നെയും കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് കുറേ കാലം ആൾക്കാർ കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ചുവപ്പ്, ചുവപ്പ് കളറിലും കൊടുക്കുക. അങ്ങനെ എത്ര വർണ്ണങ്ങളുണ്ടോ അത്രയും വർണ്ണങ്ങളിൽ ആ കുബ്ബയുടെ നിറങ്ങൾ അങ്ങനെ മാറ്റിക്കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പച്ചക്കായിട്ടൊരു പ്രത്യേക പുണ്യം ഇല്ല എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ ഒരു പച്ചയോടുള്ള റൗള ഷരീഫയുടെ കുബ്ബയുടെ പച്ച നിറം, മഖബറകളിൽ ചെന്നാൽ കാണുന്ന പച്ച നിറം, അവിടെ കാണുന്ന കൊടികളുടെ പച്ച നിറം എല്ലാം കണ്ടിട്ട് ഈ പച്ചൊരു വലിയ ഇസ്ലാമികമായ ഔദ്യോഗികമായ നിറമാണെന്നും പച്ചക്കൊടി ഇസ്ലാമിൻ്റെ ഔദ്യോഗിക കൊടിയാണെന്നും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് പല സ്ത്രീകളും ഇപ്പോഴും അത് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പൂളക്കൊമ്പ് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഉമ്മമാരും താത്തമാരും ആ കോണിക്ക് തന്നെ കുത്തും. കാരണം ഈ പച്ച പതാകൻ്റെ ആളാണ് സ്ഥാനാർത്ഥി ആകുന്ന ബഹുമാനപ്പെട്ട പൂളക്കൊമ്പ്. അപ്പോൾ അതിനിങ്ങനെ വോട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ധാരണ വന്നുപോയി. ഇത് ഈ ഒരു തെറ്റിദ്ധാരണയുടെ പിന്നിലാണ് നബിദിന റാലികളിൽ പോലും ഈ വർഷം മുതൽ ലീഗിൻ്റെ പതാക വ്യാപകമായി പിടിക്കുകയും സമസ്തയുടെ പതാക മാറ്റിവെക്കുകയും ചെയ്തത്. ചിലയിടങ്ങളിൽ കാണാനായ കാഴ്ചയാണ്. അതുകൊണ്ട് അവരോടൊക്കെ പറയാ, തെറ്റിദ്ധരിക്കണ്ട, മുസ്ലിം ലീഗിൻ്റെ പതാകയ്ക്ക് ഒരു പ്രത്യേകതയില്ല. ലീഗ് അത് ഉപയോഗിക്കുന്ന സമയത്തും ജിന്ന സാഹിബ് ഉപയോഗിക്കുന്നതിൻ്റെയും മുമ്പ് ചില രാജാക്കന്മാരാണ് ഈ പച്ച പതാക ഉപയോഗിച്ചതായിട്ട്, ചില രാജാക്കന്മാർ പച്ച പതാക ഉപയോഗിച്ചതായിട്ട് ചരിത്രങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ അത് ഇസ്ലാമിൻ്റെ ഔദ്യോഗിക പതാകയാണെന്നോ അല്ലെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഔദ്യോഗിക നിറമാണെന്നോ ഒന്നും വിചാരിച്ചു പോകണ്ട. ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം.